നമസ്കാരം. നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ച പല കാര്യങ്ങളിലും ദുരൂഹത തുടരുന്നതിനാലാണ് കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കൊലപാതകമാണോ എന്ന സംശയമുണ്ടെന്നാണ് കുടുംബം കോടതിയിലെ ഹർജിയിൽ പറയുന്നത്. കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ്. ആത്മഹത്യ എന്ന പോലീസ് നിഗമനം മുഖവിലക്കെടുക്കാൻ കഴിയില്ല. ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിൽ പോലീസ് വീഴ്ച വരുത്തിയെന്നും കുടുംബം ആരോപിക്കുന്നു. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനം സ്ഥിരീകരിച്ച് അതിനെ ആധാരമാക്കിയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. ആ അന്വേഷണമാകട്ടെ PP ദിവ്യയെ രക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണെന്നും സംശയങ്ങൾ ഉയരുന്നു. ഈ സാഹചര്യത്തിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ അല്ലയോ എന്ന് തെളിയേണ്ടത് അനിവാര്യമാണ്. പോലീസ് അന്വേഷണം എങ്ങുമെത്താതെ ഇഴഞ്ഞു നീങ്ങുകയാണ്. PP ദിവ്യയുടെ ജയിൽവാസവും രാജിയും ഒഴിച്ചാൽ ADMന്റെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യത്തിലെ പല കാര്യങ്ങളിലും ദുരൂഹത തുടരുകയാണ്. പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ തുടക്കത്തിൽ ഉയർന്ന പല ചോദ്യങ്ങൾക്കുമാണ് ഇപ്പോഴും ഉത്തരമില്ലാത്ത അവസ്ഥയുള്ളത്. പോലീസ് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞത് അനുസരിച്ച് നവീൻ ബാബു കളക്ടറേറ്റിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 3 തവണയെങ്കിലും ഓട്ടോയിൽ കയറി കാണണം. വൈകുന്നേരം മുനീശ്വരൻ കോവിലിൽ നിന്ന് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്നാണ് പോലീസ് പറയുന്നത്. ആ പോയത് ഒരു ഓട്ടോയിലായിരിക്കണം. കുറച്ചു കഴിഞ്ഞ് ക്വാർട്ടേഴ്സിൽ നിന്ന് നവീൻ ബാബു ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി എന്നും പറയുന്നു. സ്റ്റേഷനിൽ ചെന്നപ്പോൾ ട്രെയിൻ പോയതിനാൽ നവീൻ ബാബു അവിടെ പുലർച്ചെ 1:30 വരെ ഇരുന്നുവെന്നും പറയുന്നു. അതിനുശേഷം വീണ്ടും ഓട്ടോ പിടിച്ച് പള്ളിക്കുന്നിലേക്ക് പോയി. നവീൻ സഞ്ചരിച്ച ഈ 3 ഓട്ടോക്കാരെ കണ്ടെത്തിയോ? ഈ 3 പേരുടെ വിശദാംശങ്ങൾ കണ്ടെത്തിയോ? 3 തവണ ഓട്ടോയിൽ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പോലീസിന് കിട്ടിയില്ല? ഇവിടെയാണ് ദുരൂഹത സംശയിക്കേണ്ടത്. മാതൃഭൂമി പത്രത്തിൽ ആ സമയത്ത് വന്ന വാർത്ത പ്രകാരം നവീൻ ബാബു ക്വാർട്ടേഴ്സിൽ നിന്ന് അല്പം വൈകി ഇറങ്ങി. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയി. ട്രെയിൻ മിസ്സായതുകൊണ്ട് കുറേ നേരം ബെഞ്ചിലിരുന്നുവെന്നും റെയിൽ പാളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുവെന്നും 1:30 മണിയോടെ തിരിച്ചു പോയി എന്ന് CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു എന്നുമാണ് വന്നത്. ആ വാർത്ത പോലീസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു CCTV ദൃശ്യം പോലീസ് കണ്ടെടുത്തോ? CCTV ദൃശ്യങ്ങളിൽ ഉള്ളത് നവീൻ ബാബു തന്നെയാണോ? എന്നാൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് മറുനാടൻ നടത്തിയ അന്വേഷണത്തിൽ നവീൻ ബാബു സ്റ്റേഷനിൽ വന്നിട്ടില്ല. CCTV ദൃശ്യവുമില്ല. സ്റ്റേഷനിൽ ഇരുന്നയാൾ നവീൻ ബാബു അല്ല. ആരാണ് ഇങ്ങനെയൊരു വ്യാജകഥ ചമച്ചത് എന്നാണ് അറിയേണ്ടത്. നവീൻ ബാബു റെയിൽ പാളത്തിലൂടെ നടന്നു എന്ന കള്ളക്കഥയും അക്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. ആത്മഹത്യ താല്പര്യമുള്ളതുകൊണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കാനൊരുങ്ങി എന്ന് വരുത്തി തീർക്കാനായിരുന്നു ആ കള്ളക്കഥ. പോലീസ് എന്തിനാണ് അങ്ങനെ ഒരു കള്ളക്കഥ ചമച്ചത് എന്നതാണ് ചോദ്യം. കളക്ടറേറ്റിൽ നിന്നും ഡ്രൈവർ ഷംസുദ്ദീൻ മുനീശ്വരൻ കോവിലിന് മുന്നിൽ കൊണ്ടുവിടുമ്പോൾ നവീൻ ബാബു പറഞ്ഞു ആരെയോ കാണാനുണ്ടെന്ന്. എങ്കിൽ പിന്നെ നവീൻ ക്വാർട്ടേഴ്സിലേക്ക് ഓട്ടോ പിടിച്ച് മടങ്ങിപ്പോയതോ? ഷംസുദ്ദീനോട് ക്വാർട്ടേഴ്സിലേക്ക് വിടാൻ നവീൻ ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നല്ലോ. ക്വാർട്ടേഴ്സിലെ എല്ലാ സാധനങ്ങളും എടുത്ത് താക്കോല് പോലും ഏൽപ്പിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചതെങ്കിൽ എന്തുകൊണ്ട് ഡ്രൈവറോട് അവിടെ ഇറക്കാൻ പറഞ്ഞില്ല? താക്കോൽ എവിടെയെന്ന ചോദ്യം അവശേഷിക്കുന്നു. താക്കോൽ ഏൽപ്പിച്ചെങ്കിലും തിരിച്ചു മേടിച്ചതായി സൂചനയില്ല. പോലീസിന്റെ ന്യായം രണ്ടാമതൊരു താക്കോൽ നവീൻ ബാബുവിന്റെ പക്കൽ ഉണ്ടായിരുന്നുവെന്നാണ്. അത് എത്രമാത്രം സത്യമാണെന്ന് ആർക്കും അറിയില്ല. സംശയത്തിന്റെ പഴുതടയ്ക്കാനുള്ള പോലീസ് ഭാഷ്യവുമാകാം. അക്കാര്യത്തിലും ദുരൂഹത നിലനിൽക്കുന്നു. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആരും അറിയാതെ നവീൻ ബാബു വീണ്ടും ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നായിരുന്നു പോലീസ് ഭാഷ്യമെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. കാരണം ഡ്രൈവർ അറിയേണ്ട ഞാൻ പോയി എന്ന് അയാൾ കരുതിക്കോട്ടെ എന്നുള്ള കരുതലായിരിക്കാം. പക്ഷേ ക്വാർട്ടേഴ്സിൽ പോയ നവീൻ ബാബു അവിടെ നിന്ന് ട്രെയിൻ കയറാൻ വീണ്ടും എത്തിയെന്നും ആ ഓട്ടോ വൈകിയെന്നും അതുകൊണ്ടാണ് ട്രെയിനിൽ പോകാതിരുന്നതെന്നും അതുകൊണ്ടാണ് അവിടെ തന്നെ ഇരുന്നതെന്നുമാണ് CCTV ദൃശ്യങ്ങൾ തെളിയിക്കുന്നതെന്ന് പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞതിൽ വലിയ ദുരൂഹതയാണ് നിലനിൽക്കുന്നത്.